ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ലൊരു മത്തനില തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു അടിപൊളി തോരനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മത്തനിലൊക്കെ നല്ല പോലെ കഴുകിയിട്ടൊന്നെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇലകളൊന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഞെട്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടൊന്ന് കളയാം. അതിനുശേഷം ബാക്കിയുള്ള ഇലകൾ നല്ല പോലെ ചെറുതായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാ ഇലകളും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ തേങ്ങ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇലയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഈ ഒരു കൂട്ടാവുള്ളൂ. ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പിനും താഴെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോവും. ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തനില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. താങ്ക്